സിനിമ അത് വെറുമൊരു നേരമ്പോക്കാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല. ഇന്നത്തെ ഇന്ത്യയില് സിനിമ ഒരു യുദ്ധക്കളം തന്നെയാണ്. സ്ക്രീനിൽ കാണുന്ന കഥകൾക്ക് പിന്നിൽ നമ്മൾ കാണാത്ത ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു അദൃശ്യയുദ്ധം. അതെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. തുടങ്ങാൻ ഇതാ ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് ദളപതി 69 ഇത്രയും വൈകുന്നത്? തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ വിജയുടെ അവസാനത്തെ സിനിമ എന്നൊക്കെ പറയുന്ന ഈ പടം തുടങ്ങാൻ എന്താണിത്ര താമസം? അതിന്റെ ഉത്തരം സിനിമയിലല്ല, മറിച്ച് രാഷ്ട്രീയത്തിലാണ് കിടക്കുന്നത്. അതാണ് രസം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് വരാം. വിജയുടെ രാഷ്ട്രീയ പ്രവേശം. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ വൈകുന്നതിന്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്. ഇതൊരു സാധാരണ കരിയർ ഷിഫ്റ്റായിട്ട് കാണാൻ പറ്റില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തെ മൊത്തത്തിൽ പിടിച്ചു കുരുക്കാൻ കഴിവുള്ളൊരു എൻട്രിയാണിത്. അദ്ദേഹം പുതിയ പാർട്ടി തുടങ്ങി, തമിഴക വെട്രിക്കഴകം. ഇതോടുകൂടി ദളപതി വിജയ് എന്ന നടൻ മാത്രമല്ല, ഇനി വിജയ് എന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അതായത് ഇനി മുതൽ അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും ഓരോ വാക്കും ഓരോ നോട്ടം പോലും രാഷ്ട്രീയമായിരിക്കും. അങ്ങനെ ആളുകൾ അതിനെ കാണൂ. അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ യാത്ര ശരിക്കും പറഞ്ഞാൽ ഒരു കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്ന പോലാണ്. ചുറ്റിലും വലിയ കളിക്കാരാണ്. തമിഴ്നാട് വർഷങ്ങളായി ഭരിക്കുന്ന DMK, AIDMK, ഇവർക്കൊക്കെ വിജയ് ഒരു വലിയ തലവേദനയാണ്. എന്തിനാണെന്നോ? കാരണം സിമ്പിളാണ്. വിജയ് വന്നാൽ ഇവരുടെ വോട്ട് ബാങ്ക് രണ്ടായി പോവും. പണ്ട് മെർസൽ, സർക്കാർ പോലുള്ള സിനിമകൾ വന്നപ്പോൾ സെൻസർ ബോർഡ് എന്തൊക്കെയാ ചെയ്തതെന്ന് നമ്മൾ കണ്ടതല്ലേ. അപ്പോ ഈ പുതിയ വഴി വിജയ്ക്ക് അത്ര എളുപ്പമൊന്നുമായിരിക്കില്ല, ഉറപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം, സിനിമയിലെ അദൃശ്യയുദ്ധം. ഇവിടെ അടിപിടിയോ വെടിവെപ്പോ ഒന്നുമില്ല. പകരം കളികൾ മുഴുവൻ തന്ത്രങ്ങളിലൂടെയും ഗൂഢാലോചനകളിലൂടെയുമാണ്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ദളപതി 69ന്റെ ലൊക്കേഷനിൽ നിന്ന് ചില രംഗങ്ങൾ ലീക്കായത്. ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഇത് എതിർ പാർട്ടിക്കാർ വിജയുടെ ഇമേജ് തകർക്കാൻ മനഃപൂർവ്വം ചെയ്ത പണിയാണ്. അല്ലെങ്കിലോ ഇത് ആരാധകരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി വിജയ് ടീം തന്നെ ഇറക്കിയ ഒരു തന്ത്രമാണ്. കണ്ടോ, ഒരൊറ്റ സംഭവം, പക്ഷെ രണ്ട് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ. ഏതാണ് ശരി? അപ്പോ ഈ യുദ്ധം സിനിമയിൽ മാത്രം ഒതുങ്ങുന്നുമില്ല. നോക്കൂ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരെ കൈകടത്തുകയാണ്. വിവാഹമോചനം നേടുന്നു എന്നൊക്കെയുള്ള ഫേക്ക് ന്യൂസ് വരുന്നത് കണ്ടില്ലേ? ഇതൊക്കെ വെറുതെയല്ല. ഇതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ എറിയുന്ന കല്ലുകളാണ്. എന്തിനാണെന്നോ? വിജയുടെ ആ ഫാമിലി മാൻ ഇമേജ് അങ്ങ് തകർക്കണം. അങ്ങനെ ചെയ്താൽ സ്ത്രീ വോട്ടർമാരെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റാം. ഇതാണ് ഗെയിം. ഇനി മൂന്നാമത്തെ ഭാഗം, പ്രൊപ്പഗൻഡ എന്ന ആയുധം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച വിജയുടെ കാര്യം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സത്യത്തിൽ ഇത് ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു വലിയ കളിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നെപ്പോളിയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രമെന്നത് എല്ലാവരും സമ്മതിച്ച ഒരു കെട്ടുകഥയാണ്. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്. കാരണം ഇന്ന് സിനിമ എന്ന ഈ ശക്തമായ മീഡിയം ഉപയോഗിച്ച് ചിലർ പുതിയ കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണ്. അതായത് അവർക്ക് സൗകര്യമുള്ള പുതിയ ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സിനിമ ഇന്ന് വെറുമൊരു എന്റർടൈൻമെന്റ് അല്ല, അതൊരു ആയുധമാണ്. രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനും നമ്മുടെയൊക്കെ ചിന്തകളെ സ്വാധീനിക്കാനും പറ്റിയ മൂർച്ചയേറിയ ഒരു ആയുധം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നറിയണോ? ഈ ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി. കേരള സ്റ്റോറി പോലൊരു സിനിമ ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു സംസ്ഥാനത്തെ മൊത്തത്തിൽ തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മുദ്രകുത്തുന്നു. ഇനി കമ്മാര സംഭവം എന്ന സിനിമ ഓർമ്മയില്ലേ? ഒരു നുണരെ എത്ര ഭംഗിയായി അവതരിപ്പിച്ചാൽ ആളുകളത് സത്യമാണെന്ന് വിശ്വസിക്കുമെന്ന് ആ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ആത്യന്തികമായി ഇതൊക്കെ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഭാഗം, ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം. കാരണം ഈ സിനിമകളുടെയെല്ലാം പ്രത്യാഘാതം വളരെ വലുതാണ്. ഇത് തമാശയല്ല, നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെയാണിത് ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകൾ എന്താണ് ചെയ്യുന്നത്? ഒന്നാമതായി അത് നമ്മുടെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു. പിന്നെ സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതൊക്കെയല്ലേ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ. അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ ഇത് സഹായിക്കുന്നു. പിന്നെ സെൻസർഷിപ്പിന്റെ കാര്യം. സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമകൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ വിമർശിക്കുന്ന സിനിമകൾക്കോ പെട്ടിയിൽ തന്നെയിരിക്കും. ഇതൊരു തരം വിവേചനമാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. 1975-ലെ അടിയന്തരാവസ്ഥ കാലത്ത് പത്രങ്ങളെ നിരോധിച്ചില്ലേ? അതിന് തുല്യമാണ് ഇന്ന് സിനിമയിലെ ദൃശ്യങ്ങൾക്ക് നേരെ നടക്കുന്ന സെൻസർഷിപ്പ്. അന്ന് അവർക്ക് പേടി അക്ഷരങ്ങളെ ആയിരുന്നു. ഇന്ന് പേടി ദൃശ്യങ്ങളെയാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ് വിഷ്വൽസ്.
അപ്പോ നമ്മള് അവസാന ഭാഗത്തേക്ക് എത്തി. കാഴ്ചക്കാരന്റെ കവചം. ഈ വലിയ കൾച്ചറൽ വോറില് ഒരു പ്രേക്ഷകനെന്ന നിലയിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പരിഹാരം വേറെ എവിടെയുമല്ല, നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ആ കവചത്തിന്റെ പേരാണ് മീഡിയ ലിറ്ററസി. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ കാണുന്ന ഓരോ സിനിമയിലും ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിയാനുള്ള കഴിവ്. അതിനെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനുമുള്ള ഒരു സ്കിൽ. അപ്പോ എങ്ങനെ ഒരു കോൺഷ്യസ് വ്യൂവർ ആകാം? അതിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1, കാണുന്നതെല്ലാം അതേപടി വിശ്വസിക്കരുത്. സ്ക്രീനിൽ കാണുന്നത് സത്യമാകണമെന്നില്ല. സ്റ്റെപ്പ് 2, എപ്പോഴും സ്വയം ചോദിക്കുക, ഈ സിനിമയ്ക്ക് പിന്നിൽ ഒരു അജണ്ടയുണ്ടോ? ആരുടെ താൽപ്പര്യമാണ് ഇത് സംരക്ഷിക്കുന്നത്? ആൻഡ് സ്റ്റെപ്പ് 3, സിനിമ കാണുമ്പോഴുള്ള ആവേശം, ദേഷ്യം, സങ്കടം അതെല്ലാം തിയേറ്ററിൽ തന്നെ വെച്ചേക്കുക. പുറത്തിറങ്ങിയിട്ട് ഒരു പൗരൻ എന്ന നിലയിൽ ലോജിക്കായി ചിന്തിക്കുക. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരൊറ്റ ചോദ്യം: ശരിക്കും ആരാണിവിടുത്തെ വില്ലൻ? സിനിമ എന്ന കലാരൂപമാണോ, അതോ അതിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയമാണോ? ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഞാനോ നിങ്ങളോ അല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം ഓർക്കുക, ഒരു ജനാധിപത്യത്തിൽ അവസാനത്തെ വാക്ക് എപ്പോഴും ജനങ്ങൾക്കാണ്.